ആണും പെണ്ണും ചേർന്ന് നിന്ന് എക്സസൈസ് ചെയ്യരുത് എന്ന് ബഹുമാന്യരാകുന്ന കാന്തപുരം എ പി ഉസ്താദ് അവർ പറഞ്ഞു. എല്ലാ മുസ്ലിം സംഘടനകളും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. കാരണം അത് ദീനിന്റെ നിയമമാണ്. ചാനൽ ചർച്ചയിലൊക്കെ ചോദിക്കുകയാണ്, എന്താ അത് സ്വകാര്യമായ ഇടത്ത് രണ്ടാൾ വെച്ച് മാത്രമാണോ ഈ എക്സസൈസ് നടക്കുന്നത്, പരസ്യമായ വേദിയിലല്ലേ എന്ന്? പരസ്യമായ വേദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു, പരിചയപ്പെടുന്നു, അവരുടെ ശരീരത്തിന്റെ ലാവണ്യം മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, നോട്ടം കണ്ണിന്റെ വ്യഭിചാരമാണ്. ആണും പെണ്ണും എവിടെയൊക്കെ ചേർന്നോ അതിനിവിടെയൊക്കെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ അരീക്കോട് ഭാഗത്ത് കരാട്ട പഠിപ്പിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ കരാട്ട പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ അവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളെയും പീഡിപ്പിച്ചു എന്ന കേസ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സഹികെട്ട ഒരു പെണ്ണ് വിളിച്ചു പറഞ്ഞു, അദ്ദേഹം എന്നെ പീഡിപ്പിച്ചു. അതോടുകൂടെ ക്ലാസ്സിലുള്ള ഓരോ പെൺകുട്ടിയും പറഞ്ഞുകൊണ്ടിരുന്നു, എന്നെയും 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 എന്ന്. ആ അധ്യാപകൻ ഗുരുവിനോടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടിയിട്ട് ചിറിളിച്ചു നിന്നിട്ട് ചുണ്ടിൽ ചുംബനം നടത്തിച്ചു എന്നാണ് കുറെ പെൺകുട്ടികൾ പറഞ്ഞത്. സത്യത്തിൽ ഇവിടെ മൂന്നാം പ്രതിയായിട്ട് അധ്യാപകനെ കാണാൻ എനിക്ക് പറ്റുന്നുള്ളൂ. ഒന്നാം പ്രതി പെണ്ണുങ്ങളെ, സ്ത്രീകളെ ഈ അധ്യാപകനോടടുത്ത് കരാട്ട പഠിപ്പിക്കാൻ വിട്ട രക്ഷിതാക്കളാണ്. രണ്ടാമത് അതിന് ഇറങ്ങി പുറപ്പെട്ട സ്ത്രീ ജനങ്ങളുമാണ്.